എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഡാനിഷ് പേസ്ട്രി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സ്വീറ്റ്നയുടെ വേറൊരു ഫോമാണ്. പല ഫില്ലിങ് വെച്ചിട്ട് പല രീതിയിൽ ഇത് തയ്യാറാക്കി എടുക്കാം. ഇതിൻ്റെ മാവ് ഉണ്ടാക്കുന്നതിന് പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ഡാനിഷ് പേസ്ട്രി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലിയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുന്നത് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ഉപ്പും ഈ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മാവിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ പഫ് പേസ്ട്രി ചെയ്യുന്ന പോലെ അല്ല ഇതിൻ്റെ മാവ്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ മാവ് ഇതുപോലെ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. 2 കപ്പിന് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഈസ്റ്റ് മതിയാകും. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ആവണമെങ്കിൽ അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് നമുക്കൊരു 8 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. ഏത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഡയറക്റ്റായിട്ടും പൊടിയിലിട്ട് കൊടുത്താലും മതി. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇതുപോലെ 8 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് അലിഞ്ഞ് ഒന്ന് പൊങ്ങി വരും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 മുട്ടയാണ് ചേർക്കുന്നത്. 1-2 മുട്ടകൾ ചേർക്കാം. ഈ മുട്ട നിങ്ങൾ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പകരം അത്രയും എമൗണ്ട് പാലോ ചെറിയ ചൂടുവെള്ളമോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മുട്ട ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഓയിൽ വേണം. ഓയിലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉരുക്കിയ വെണ്ണയോ നെയ്യോ അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. അത് 2 ടേബിൾ സ്പൂൺ വേണം. ഇനി നമുക്ക് ഈ കൂട്ട് നമുക്ക് പൊടിയിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉപ്പും മൈദയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെയും പാലിൻ്റെയും ആ കൂട്ടിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവ് ഒരുപാടങ്ങ് ലൂസല്ല, കുറച്ച് കട്ടിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. 8 മുതൽ 10 മിനിറ്റ് വരെ കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇത് കുറച്ച് ഹാർഡായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ കൈവച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സറിലോ ഒരു 8-10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്, ചപ്പാത്തിയുടെയൊക്കെ പരുവത്തിലുള്ളതാണ്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ കുഴയ്ക്കുന്ന അതേ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അതിൽ പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യാൻ പാടായതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതിനി നന്നായിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് ചൂടുള്ള സ്ഥലത്തേക്ക് വെക്കാം. പ്ലാസ്റ്റിക് റാപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ ടവലോ ഇട്ട് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഓവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെച്ചു. അപ്പം 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങിക്കിട്ടി. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നമുക്കൊന്നുകൂടെ അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ പഫ്സ് പേസ്ട്രിയൊക്കെ തയ്യാറാക്കുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. പഫ്സ് പേസ്ട്രിയിൽ നമ്മൾ ഇതിടില്ല, ഈസ്റ്റ് ഇടില്ല. അതിൽ നമ്മൾ പകരം ബട്ടർ വെച്ചിട്ട് ലെയർ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിതുപോലെ ഒരു ഷേപ്പിലാക്കിയിട്ട് ഈക്വൽ സൈസിലുള്ള ഉരുളകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മാവ് എടുക്കുന്നോ അത്രത്തോളം ഉരുളകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 കപ്പിനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ലെയേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മാവ് എടുത്തിട്ട് കൂടുതൽ ഉരുളകളാക്കിയിട്ട് വെക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഉരുളകളാക്കി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഓരോ ഉരുള എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തിന്നായിട്ട് കുറച്ച് വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഉരുളകളെല്ലാം ഇതുപോലെ പരത്തിയെടുക്കും. പരത്തിയെടുത്തിട്ട് കുറച്ച് പൊടി മുകളിലിട്ടിട്ട് നമ്മളിത് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ നിരത്തിയിടണം. അപ്പോൾ നമ്മളെല്ലാം പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് അതിൽ ബട്ടർ ഉരുക്കിയത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ വെജിറ്റബിൾ ഓയിലോ നെയ്യോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ബട്ടറാണ്. ശരിക്കുള്ള ഡാനിഷ് പേസ്ട്രിയിൽ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സെറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ വെജിറ്റബിൾ ഓയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ സെറ്റ് ആവില്ല. അപ്പോൾ ഓരോ ലെയറിലും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ലെയറും ഇതുപോലെ ബ്രഷ് ചെയ്ത് എടുക്കണം.
ഇവിടെ 10 ഉരുളകളോളം ഉണ്ട്. അപ്പോൾ 10 ലെയർ നമ്മളിതുപോലെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനത്തതും നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ഉരുക്കി തന്നെ ഇതിലേക്ക് ബ്രഷ് ചെയ്യണമെന്നുമില്ല. ബട്ടർ സോഫ്റ്റ് ആയിട്ടായാലും നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഉരുക്കിയിട്ട് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഈസിയാണ്. ഇനി നമുക്കിത് ഒരു 30 മിനിറ്റ് ഫ്രീസറിൽ ഒന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ബട്ടറൊക്കെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് നന്നായിട്ടിത് പരത്തിയെടുക്കാനുള്ള പരുവത്തിൽ കിട്ടും. ഞാനിത് ഒരു ബട്ടർ പേപ്പറിലാക്കി ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്നാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രീസറിൽ മാറ്റി വെച്ചിരിക്കുന്ന അപ്പോൾ ഫ്രീസറിൽ നിന്ന് നമ്മളിപ്പോൾ എടുത്തതിന് ശേഷം ഇനി ഇത് കൗണ്ടർ ടോപ്പിലിട്ട് കുറച്ച് പൊടിയുടെ ഇട്ടിട്ട് നമുക്കിത് പരത്തിയെടുക്കണം. ഡാനിഷ് പേസ്ട്രി എന്ന് പറയുന്ന പല ടൈപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെയൊക്കെ മിക്ക ഷോപ്സിലും പേസ്ട്രീസ് കിട്ടും. അപ്പം പല ഫില്ലിങ് വെച്ചിട്ടുള്ളത് അവൈലബിൾ ആണ്. ഇതിപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒന്നാണ് ഞാൻ കാണിക്കുന്നത്. കൂടുതൽ ടൈപ്പിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴി അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ എല്ലാം ബേസിക്കായിട്ടുള്ള മാവെന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഡാനിഷ് റോളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെക്റ്റാങ്കിളായിട്ടാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പിലുള്ളതാണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ ഷേപ്പ് തീരുമാനിക്കാവുന്നതാണ്. ഞാനതിൻ്റെ പകുതി മാത്രമാണ് എടുത്തിട്ടുള്ളത്. പകുതി എടുത്തിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് തിന്നായിട്ടുള്ള ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരിക്കുന്ന അതേ ബട്ടർ തന്നെ ഇതിന് മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇതിന് മുകളിലായിട്ട് തരിതരിപ്പുള്ള പഞ്ചസാര ഒന്ന് ലെയർ ചെയ്യാം. പഞ്ചസാരയോടൊപ്പം തന്നെ നിങ്ങൾക്ക് സിനമൺ പൗഡറും അതുപോലെ തന്നെ ഏലക്കപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ഇടാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല. പഞ്ചസാര എടുത്തിട്ട് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ലെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കറുത്ത മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അരിയില്ലാത്ത മുന്തിരിങ്ങയാണ്. അത് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് റോൾ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മളങ്ങ് റോൾ ചെയ്യാം. റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ലോഗ് പോലെ നമുക്ക് കിട്ടും. ഇനി ഈ റോൾ ചെയ്തത് നമ്മളിനി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ സിനമൺ റോളിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും ഫില്ലിങ്ങും അതുപോലെ മാവ് തയ്യാറാക്കുന്നതും തികച്ചും വ്യത്യസ്തമാണ്. സിനമൺ റോളിൽ നമ്മൾ ജസ്റ്റ് ഈസ്റ്റ് ഇട്ടിട്ട് മാവ് കുഴച്ച് അകത്ത് ഫില്ല് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മൾ ഈസ്റ്റ് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ലെയർ ലെയർ ആക്കിയിട്ടുമാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ബേക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേക്കി ആയിട്ടുള്ളൊരു ബണ്ണാണ് കിട്ടുന്നത്, നമ്മുടെ പപ്സൊക്കെ പോലെ. അപ്പോൾ നമ്മളിതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള തിക്നെസ്സിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത്രയും തിക്നെസ്സിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഒരെണ്ണം ഇതുപോലെ എടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്തിരിക്കുന്ന ഭാഗം ഇതുപോലെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ താഴേക്കൊന്നാക്കുക. അതിനുശേഷം മുകൾ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൈവച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഈ റെസിപ്പി ചെയ്യാനായിട്ട് ഓവൻ വേണമെന്നൊന്നുമില്ല. ഓവൻ ഇല്ലാതെ പ്രഷർ കുക്കറിലും അതുപോലെ തന്നെ സോസ് പാനിലും ഒക്കെ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ക്രിസ്മസിൽ നമ്മൾ ഇതുപോലെ തന്നെ മറ്റൊരു ബൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓവൻ ഇല്ലാതെയും ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതും അതുപോലൊരു ബണ്ണാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇത് കുറച്ച് സമയം കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. നനഞ്ഞ ടവലോ പ്ലാസ്റ്റിക് റാപ്പോ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അത് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന ഡാനിഷ് പേസ്ട്രിയിൽ ആൽമണ്ട് ഫ്ലേക്സ് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ബേക്ക് ചെയ്യാം. അതിന് മുൻപായിട്ട് നല്ലൊരു ഗ്ലേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു മുട്ടയുടെ മഞ്ഞയും അതുപോലെ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ഞാൻ ആൽമണ്ട് ഫ്ലേക്സ് ഇതിൻ്റെ മുകളിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അവനിലേക്ക് കയറ്റാം. അപ്പോൾ നമ്മൾ അവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ്. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് 20 മുതൽ 25 മിനിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയി കിടക്കുന്ന അവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ബേക്ക് ചെയ്യാനായിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏറ്റവും താഴത്തെ റാക്കിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്.
ഇതിന് മുകളിലായിട്ട് ഒരു ഗ്ലേസ് കൊടുക്കാറുണ്ട് സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ. ആ ഗ്ലേസ് എന്ന് പറയുന്നത് ആപ്രിക്കോട്ട് ജാം അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൾ ജാമൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഗ്ലേസ് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് ഗ്ലേസ് കൊടുക്കുന്നത്. ഈ ഷുഗർ സിറപ്പ് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേപ്പിൾ സിറപ്പും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ വെച്ചിട്ടും ഗ്ലേസ് ചെയ്യാം. അപ്പോൾ തേനിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതാണ് ഡാനിഷ് പേസ്ട്രി. അപ്പോൾ ഇത് ഒരു ടൈപ്പ് ഓഫ് ഡാനിഷ് പേസ്ട്രിയാണ്. പല ടൈപ്പിലുണ്ട്, പല ഫില്ലിങ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. നല്ല ഫ്ലേക്കി ആയിട്ടുള്ള മാവാണ്. നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ലെയർ ആക്കിയിട്ടുമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്